അപ്പൊ ഈ മിനി ബജറ്റ് കൊണ്ട് കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്യുന്നത്. ഈ മിനി ബജറ്റിൽ പറയുന്ന ഒന്നും തന്നെ ഈ ഗവൺമെന്റ് നടപ്പാക്കാൻ പോകുന്നില്ല. അപ്പൊ കോടതിയിൽ പോയിരുന്നെങ്കിൽ ന്യായമായ രീതിയിൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടിയേനെ. അതായത് കേന്ദ്ര ഗവൺമെന്റ് മുഖം മിനുക്കാനല്ല വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത്, ഒരു ഗവൺമെന്റിന്റെയും മുഖം മിനുക്കാനല്ല. 45 ലക്ഷത്തോളം കുടുംബശ്രീകളുണ്ട് കേരളത്തില്, കുടുംബശ്രീ വനിതകള്. ഈ കുടുംബശ്രീ വനിതകളെയൊക്കെ സോപ്പിട്ട് കൂടെ നിർത്തിയാല് ആ 45 ലക്ഷം വോട്ട് ഉറപ്പാണ് എന്ന് പിണറായി വിജയൻ അറിയാം. ഫ്രീ ബീസ് കൊടുക്കുന്നത് തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാം വട്ടവും തുടർഭരണം എന്ന ഒറ്റ ലക്ഷ്യവുമായി ഒരു ലോഡ് പ്രഖ്യാപനങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. ജനപ്രിയ ബജറ്റുകളെ തോൽപ്പിക്കുന്ന നിലയിലുള്ള ക്ഷേമ പദ്ധതി പ്രഖ്യാപനങ്ങൾ ശരിക്കും ജനക്ഷേമം ലക്ഷ്യമിട്ടാണോ അതോ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണോ ഈ പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി നടത്തിയത്? ഒന്നല്ല, ഒരു കൂട്ടം പ്രതിസന്ധികളിൽ ഉഴലുകയാണ് ഇടത് സർക്കാർ. മുന്നണിയെയും മുന്നണിയുടെ കെട്ടുറപ്പിനെയും ആകെ ഉലച്ച PM ശ്രീ വിവാദം, പാർട്ടിയെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിയ ശബരിമല സ്വർണ്ണക്കൊള്ള, ആദ്യം മകളെയും പിന്നീട് മകനെയും തേടിയെത്തിയ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം, അങ്ങനെ ഒരു കൂട്ടം ആരോപണങ്ങളിൽ സർക്കാരും CPM-ഉം പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ നിൽക്കക്കള്ളിയില്ലാതെ നടത്തിയ പ്രഖ്യാപന പെരുമഴയാണോ ഈ ഒരു പ്രഖ്യാപനം? കിറ്റ് കൊടുത്ത് വോട്ട് നേടിയതുപോലെ ഇതിലും വോട്ട് വീഴുമോ? ഈ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നോടൊപ്പം ഡോക്ടർ മേരി ജോർജ് മാഡമാണ് ഉള്ളത്. മേരി ജോർജ് മാഡം, ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചും സ്കോളർഷിപ്പ് വാഗ്ദാനം ചെയ്തും വേതനങ്ങൾ വർദ്ധിപ്പിച്ചും കർഷകരെ സന്തോഷിപ്പിച്ചും എല്ലാമുള്ള തികഞ്ഞ പാക്കേജാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ജനക്ഷേമം ലക്ഷ്യമിട്ടാണോ അതോ തെരഞ്ഞെടുപ്പ് മുന്നിലെത്തിയത് കൊണ്ടുള്ള പ്രഖ്യാപനമാണോ ഇത്? ഇത് ജനക്ഷേമം മുൻനിർത്തിയല്ല. ജനക്ഷേമം മുൻനിർത്തിയാണ് എങ്കിൽ ഇത്തരം പ്രഖ്യാപനങ്ങളല്ല നടത്തുക. ഭരണത്തിലേറിയ 2021 മുതൽ ഇതുപോലെയുള്ള പദ്ധതികൾ നടപ്പാക്കി ജനക്ഷേമം ഉറപ്പുവരുത്തുകയാണ് ചെയ്യുക. അപ്പൊ ഇപ്പോ ഈ ഭരണം പിരിയാൻ നേരത്ത് വർഷാവസാനമാകുമ്പോഴേക്ക് ഇനി ഏകദേശം 6 മാസമാണ് അവശേഷിക്കുന്നത്. ആ സമയത്ത് ഇതുപോലുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് മുഖ്യമന്ത്രി മുന്നോട്ട് വരുന്നതിനെയാണ് ഫ്രീ ബീസ് കൾച്ചർ എന്ന് പറയുന്നത്. അതായത് ഒരുപാട് വലിയ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ച് ഇതൊക്കെ ഞങ്ങൾ നടപ്പിലാക്കും, നിങ്ങൾ ഞങ്ങളെ വീണ്ടും ഭരണത്തിലേക്ക് കയറ്റുക എന്ന് പറഞ്ഞുള്ള റിക്വസ്റ്റ്, ആ റിക്വസ്റ്റിനെയാണ് അത്തരം ഓഫേഴ്സ് ഞങ്ങൾ ഇത് തരും അത് തരും എന്ന് പറയുന്നു, അതിനെയാണ് ഫ്രീ ബീസ് എന്ന് പറയുന്നത്. ഈ ഫ്രീ ബീസിനെ അതായത് ഇപ്പൊ ഈ ഫ്രീ ബീസ് കൊടുത്തിരിക്കുന്ന നമുക്കറിയാം, ബീഹാറില് എന്താണ് ഫ്രീ ബീസ് കൊടുത്തത്? ഓരോ സ്ത്രീക്കും 10,000 രൂപ വെച്ചാണ് നരേന്ദ്രമോദി തന്നെ ഫ്രീ ബി ആയിട്ട് ഡിക്ലയർ ചെയ്തത്. അങ്ങനെയൊക്കെ ഡിക്ലയർ ചെയ്യുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ഫെബ്രുവരിയില് ഒരു കക്ഷി സുപ്രീം കോടതിയിൽ പോയി ഒരു ഫയൽ നീക്കുന്നു. അതിന്റെ ഫലമായിട്ട് സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് ഗവായി ലീഡ് ചെയ്യുന്ന ഒരു സെക്ഷൻ പറഞ്ഞത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. A bench led by Justice B.R. Gavai observed that such schemes discourage people from working as they receive free rations and financial aid without labor. Unfortunately, because of these freebies, people are not willing to work. They are getting free rations and amounts without doing any work. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ആ ഒബ്സർവേഷൻ ഇത്തരം, അതായത് നിയമ തടസ്സങ്ങളില്ല, പക്ഷേ ഇങ്ങനെ ഫ്രീ ബീസ് വാഗ്ദാനം ചെയ്യുന്നത് ഡെമോക്രസിയുടെ അടിവേരറുക്കുന്ന സമ്പ്രദായമാണ്, അങ്ങനെയല്ല ചെയ്യേണ്ടത് എന്നാണ് കോടതി പറഞ്ഞത്. അപ്പൊ ആ കോടതിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കറിയാം ഇത്തരം അനൗൺസ്മെന്റ്സ്, ഇത്തരം പ്രഖ്യാപനങ്ങൾ വലിയ എന്താ പറയുക, ഡെമോക്രസിക്ക് ക്ഷതമേൽപ്പിക്കുന്നതാണ്, വലിയ കള്ളത്തരമാണ്. ഗവൺമെന്റ് ഒന്നും ചെയ്യാതെ ഈ കഴിഞ്ഞ 5 വർഷം, ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ആ ഒരു പ്രഖ്യാപനം തന്നെ എടുക്കാം. കഴിഞ്ഞ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരുന്നതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 നിന്ന് 2500 ആക്കുമെന്ന്. ഈ കഴിഞ്ഞ പല മാസങ്ങളിലും 5 മാസം വരെ കുടിശ്ശികയായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിടന്ന കാലം നമുക്കറിയാം. പിന്നെ അത് കൊടുത്തു തീർത്തു. ഓരോ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ
എന്തെങ്കിലും ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ഗവൺമെന്റിന് സപ്പോർട്ട് ജനങ്ങളുടെ വേണ്ടി വരുന്ന ഒരു സാഹചര്യം വരുമ്പോഴേക്കും വലിയ ക്രിറ്റിസിസം, വിമർശനം പ്രതിപക്ഷത്ത് നിന്നും ഭരണപക്ഷത്ത് നിന്ന് പോലും ഉണ്ടാകുമ്പോഴേക്കും അതൊക്കെ കൊടുത്തു തീർക്കും. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കൊടുത്തു തീർക്കുക ചെയ്തത്. ഇപ്പോൾ ആണ് അത് 1600 രൂപ 2500 ആക്കാമെന്ന് പറഞ്ഞ് കയറി വന്ന ഗവൺമെന്റ് ഇപ്പോഴാണ് അത് 2000 ആക്കി മാറ്റുന്നത്. ഒരു ഇലക്ഷൻ വാഗ്ദാനം നടത്തി കയറി വരുന്ന ഗവൺമെന്റ് സത്യസന്ധമായ ഗവൺമെന്റ് ആണ്, പറഞ്ഞത് വസ്തുനിഷ്ഠമായിട്ടാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? വന്ന ആദ്യ മാസം മുതൽ ആ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്പർ 1, 2, 3 എന്ന രീതിയിൽ നടപ്പാക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഇറങ്ങിപ്പോകാൻ നേരത്ത് അതൊക്കെ തന്നെ വീണ്ടും ഒന്നോടെ ഉയർത്തിപ്പിടിക്കുകയും ചിലതൊക്കെ നടപ്പാക്കുകയും ബാക്കി ഞങ്ങൾ ഇനി നടപ്പാക്കും, കയറി വരുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ നടപ്പാക്കും എന്ന് പ്രഖ്യാപിക്കുകയല്ല ചെയ്യേണ്ടത്. മാഡം, മറ്റൊരു കാര്യമുള്ളത്, പിണറായി സർക്കാരിന്റെ 9 വർഷത്തെ ഭരണത്തിനിടയിൽ ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി നിരവധി തവണ, വെള്ളക്കരം കൂട്ടി, വീടിന്റെ പെർമിറ്റ് ചാർജ് കൂട്ടി, പെൻഷന് എന്ന് പറഞ്ഞ് 2 രൂപ അധിക സെസ് പെട്രോളിനും ഡീസലിനും ഏർപ്പെടുത്തി, മദ്യത്തിനുൾപ്പെടെ നിരവധി തവണ വില കൂട്ടി. പണമില്ല എന്ന് പറഞ്ഞാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്. ഇതിനൊപ്പം പണമില്ലാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം പോലും തടസ്സപ്പെടുന്ന ഒരവസ്ഥയാണ്. എന്നിട്ടാണ് മുഖ്യമന്ത്രി പറയുന്നത് പണം ഉള്ളത് കൊണ്ടല്ലേ ഇതെല്ലാം പ്രഖ്യാപിക്കുന്നത് എന്ന്. സർക്കാരിന്റെ ഖജനാവിൽ ഇല്ലാത്ത പണം ഇത്ര പെട്ടെന്ന് എവിടെ നിന്ന് ഉണ്ടായി? അതായത് ഇപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കും, ശബരിമലയിലെ ശ്രീകോവിലേക്ക് നോക്കി പോകും കേട്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ. കാരണം അവിടെയാണല്ലോ പണം ഉണ്ടാക്കാനുള്ള സ്വർണത്തിന്റെ ഏറ്റവും വില കൂടിയിരിക്കുന്ന 97,360 രൂപ വരെ സ്വർണത്തിന് വില വന്നിട്ടാണ് ഇപ്പൊ പതുക്കെ സ്ലൈഡ് ഡൗൺ ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ എവിടുന്നാ പെട്ടെന്ന് പണം കിട്ടുക എന്നൊക്കെ ചോദിച്ചാല് ഞാൻ പറയും ശബരിമലയിൽ നിന്ന് കിട്ടുമെന്ന് പറയും. പക്ഷെ ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, പോട്ടെ. ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ അടുത്ത ചൊവ്വാഴ്ച, അതായത് നവംബർ 4-ാം തീയതി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൗണ്ടറിൽ തന്നെ 2000 കോടി കടമെടുക്കാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെ 2000 കോടി ആകുന്നുള്ളൂ. ഈ കാര്യങ്ങൾക്ക് ഇതെല്ലാം നടത്തി എടുക്കുന്നതിന് 10,000 കോടിയുടെ ചെലവ് വരുമെന്നാണ് ധനമന്ത്രിയും മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ബാക്കി 8,000 കോടി, അതായത് നമുക്കറിയാം നമ്മുടെ ഇവിടെ വരുമാന സ്രോതസ്സുകൾ പലതുണ്ട്. അതായത് തനത് വരുമാനം എന്ന് പറഞ്ഞാൽ നികുതി വരുമാനം, നികുതിയേതര വരുമാനം, ഇങ്ങനെ പല വരുമാന മാർഗങ്ങളുണ്ട്. ആ വരുമാന മാർഗങ്ങളിലൂടെ കിട്ടും. ഇനി അതുപോലെ അടുത്ത മാസമോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത മാസമോ വീണ്ടും കടമെടുക്കാൻ ബാക്കി അവശേഷിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അത് കടമെടുക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും മേടിക്കുക. അപ്പം ഗവൺമെന്റുകൾ ഇങ്ങനെ പ്രഖ്യാപനം നടത്തുക, അങ്ങനെ നടത്തുന്ന പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പാക്കാൻ വേണ്ടി കടമെടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പൊ സാധാരണ രീതിയിൽ കടമെടുക്കുന്ന പൈസയൊക്കെ ഇവിടെ വകമാറ്റി ചെലവഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഈ ഗവൺമെന്റിന്. അപ്പോൾ ഈ 2000 കോടി രൂപ കടമെടുക്കുന്നു എന്നതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ക്ഷേമ വാഗ്ദാനങ്ങളൊക്കെ ഈ മാസവും അടുത്ത മാസവുമായിട്ട് ചിലതൊക്കെ നവംബറിൽ തന്നെ നടപ്പാക്കുമെന്ന് പറയുന്നു. ചിലതൊക്കെ ഈ ഗവൺമെന്റ് ഇറങ്ങുന്നതിന് മുൻപ്, അതായത് അടുത്ത ഇലക്ഷൻ ഡിക്ലയർ ചെയ്ത് കഴിഞ്ഞാല്, തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ ഡിക്ലയർ ചെയ്ത് കഴിഞ്ഞാല് ഇതുപോലെയുള്ള അതായത് ഫ്രീ ബീസ് ഒന്നും പിന്നെ ഡിക്ലയർ ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപേ ഇതിൽ പലതും നടപ്പാക്കുമായിരിക്കാം. അതിനു മുൻപായിട്ട് ഒരു പക്ഷെ വീണ്ടും കടമെടുക്കാം, അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ തനത് വരുമാനം, കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം, ഇങ്ങനെ പലതും കൈ കിട്ടാം. ഈ PM ശ്രീയിൽ നിന്ന് വിഡ്രോ ചെയ്തത് കാരണം കൊണ്ട് അത് കിട്ടുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ PM ശ്രീയിൽ ചേരാതെ തന്നെ കോടതിയിൽ പോയിരുന്നെങ്കിൽ ആ ഫണ്ട് അത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഒരു ഫെഡറൽ സംവിധാനത്തില് അർഹതപ്പെട്ട, അതായത് നമുക്കറിയാം ഈ ഗവൺമെന്റ്, ഈ BJP ഗവൺമെന്റ് എന്താ ചെയ്തത്? 68ഓളം സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ഉണ്ടായിരുന്നു. അതായത് സെൻട്രൽ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും കൂടെ പങ്കിട്ട് ചെലവഴിക്കുന്ന സ്കീംസ് ആണ് സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്കീംസ് ഇപ്പോ വെട്ടിച്ചുരുക്കി 28 ആക്കി മാറ്റി. അത് തന്നെ വലിയ കടുംവെട്ടാണ് ഒരു ഫെഡറൽ സംവിധാനത്തില് സെൻട്രൽ ഗവൺമെന്റ് ചെയ്തത്. ഇനി അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് തന്നെ ഉള്ള സ്കീംസ്, ഈ PM ശ്രീ പോലെ അത് സ്കീംസ് ഒക്കെ വെട്ടിച്ചുരുക്കിയത് തീർച്ചയായിട്ടും കോടതി അനുവദിക്കുന്ന കാര്യങ്ങളല്ല. അപ്പൊ കോടതിയിൽ പോയിരുന്നെങ്കിൽ ന്യായമായ രീതിയിൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടിയേനെ. അതായത് കേന്ദ്ര ഗവൺമെന്റ് മുഖം മിനുക്കാനല്ല വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നത്, ഒരു ഗവൺമെന്റിന്റെയും മുഖം മിനുക്കാനല്ല, അവിടുത്തെ ജനതയെ, അതായത് വിദ്യാഭ്യാസത്തിന്റെ പ്രായത്തിലുള്ള ജനതയെ വിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടിയാണ്, വിദ്യാഭ്യാസ വികസനത്തിന് വേണ്ടിയാണ്.
അപ്പൊ ആ വികസന കാഴ്ചപ്പാടിലൂടെ ഇതിനെ കാണുന്ന കോടതി തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെന്റ് കൂടെ നിന്നേനെ. PMശ്രീയുടെ അർഹമായ ഫണ്ട് തീർച്ചയായിട്ടും നമുക്ക് ലഭ്യമാകുമായിരുന്നു. അതിന് പക്ഷെ നിൽക്കാതെ പോയി ഒപ്പിട്ട് കഴിഞ്ഞ് പിന്നെ അത് പിൻവലിക്കാൻ പോകുന്നു. എന്തൊക്കെയാണ് സംഭവിക്കാൻ നമുക്ക് അറിഞ്ഞൂടാ. ഇതുപോലെയാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അതായത് ഷോർട്ട് കട്ടിലൂടെ എങ്ങനെ ഭരണത്തിലിരിക്കാം, എങ്ങനെ വീണ്ടും വീണ്ടും ഭരണത്തിൽ വരാം. ഇപ്പൊ ഭരണത്തിൽ വരിക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. കാരണം ഇന്ത്യയിൽ കമ്മ്യൂണിസം ഭരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. ഈ പ്രഖ്യാപനങ്ങളെല്ലാം കൂടി 10,000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ തന്നെ വ്യക്തമാക്കിയത്. അടുത്ത മാസം മുതൽ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതിനെല്ലാമുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും എന്ന ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് നിലവിലുള്ള ഏതെങ്കിലും പഴയ പദ്ധതികളിൽ കടുംവെട്ട് വെട്ടുമോ എന്നൊരു ആശങ്കയും നിലനിൽക്കുന്നില്ലേ? അതാണ് കടുംവെട്ട് വെട്ടുന്ന കാര്യമാണ് ഞാൻ തൊട്ട് മുൻപ് പറഞ്ഞത്. അതായത് ബഹുമാനപ്പെട്ട ധനമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു, പ്ലാൻ ഫണ്ടിന്റെ 25% വെട്ടിക്കുറച്ചു എന്ന്. അപ്പൊ പ്ലാൻ ഫണ്ടിന്റെ 25% വെട്ടിക്കുറച്ചു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കരുതിയിരുന്ന ആ ഫണ്ട് ഇങ്ങോട്ട് മാറ്റുന്നു. പ്ലാൻ ഫണ്ടിലേക്ക് വകയിരുത്തിയിരുന്ന ഫണ്ട് നോൺ പ്ലാൻ ഫണ്ട്, അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് ഈ പറയപ്പെട്ട ക്ഷേമ പ്രവർത്തനങ്ങൾ മുഴുവനും. ശമ്പളം, അതുപോലെ പെൻഷൻ, മറ്റ് ചെലവുകൾ, അതായത് ഒരു ഗവൺമെന്റിന്റെ നിത്യനിദാന ചെലവുകളായിട്ട് വരുന്ന റിക്കറിംഗ് എക്സ്പെൻഡിച്ചേഴ്സ്, ആവർത്തന ചെലവുകൾ എല്ലാം വരുന്നത് റവന്യൂ ചെലവിലാണ്. ആ റവന്യൂ ചെലവിൽ തന്നെയാണ് ഈ പറയപ്പെട്ട ക്ഷേമ പ്രഖ്യാപനങ്ങളുടെ ഒക്കെ ചെലവ് വരുന്നത്. അപ്പം അതിനകത്ത് ഉൾപ്പെടുത്തി ഗവൺമെന്റ് അതിനകത്തേക്ക്, അതായത് ഇപ്പൊ പ്ലാൻ ഫണ്ടായിട്ട് വക ഒള്ളിച്ചിരിക്കുന്നതിന്റെ 25% വക മാറ്റുന്നു എന്നാണ്. അത്രയും വെട്ടിക്കുറച്ചു എന്നതുകൊണ്ട് നമുക്ക് ഉദ്ദേശിക്കാവുന്നത്, വെട്ടിക്കുറച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കാവുന്നത് അവിടെ ചെലവഴിക്കില്ല, പകരം അത് ഞങ്ങൾ വകമാറ്റി ഞങ്ങൾ റവന്യൂ ചെലവായിട്ട്, അതായത് ഈ പറയപ്പെട്ട പ്രഖ്യാപനങ്ങളുടെ ചെലവിനായിട്ട് ഒക്കെ ഉപയോഗിക്കും എന്ന് തന്നെയാണ്. ഒരുപക്ഷെ സർക്കാരിന്റെ സാമ്പത്തിക രംഗത്തെ പ്ലാൻ ബി ഉണ്ടായിരിക്കുമോ? എന്തായിരിക്കും പ്ലാൻ ബി? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? പ്ലാൻ ബി ആയിരിക്കാം ഒരുപക്ഷെ ഈ പറഞ്ഞത്, അതായത് ഇപ്പൊ ഈ പറഞ്ഞ തരത്തിലുള്ള ക്ഷേമ പദ്ധതികളൊക്കെ ഉദ്ഘാടനം ചെയ്ത് പിന്നെ പ്ലാൻ ബി എന്ന് പറയാൻ സാധ്യതയുള്ളത് കിഫ്ബി വഴിയെടുക്കുന്ന വായ്പകള് ഒരു തീരാവ്യാധിയായി തീരുകയാണ് ഇപ്പോൾ. കാരണം CAG പറഞ്ഞിട്ടുണ്ട് വായ്പയെടുക്കുന്ന ഫണ്ടിന്റെ 98% പലിശ അടയ്ക്കാൻ ഉപയോഗിക്കുന്നു എന്ന്. അപ്പൊ ആ അപകട വാർണിംഗ്സ് ഒക്കെ ഉള്ള സമയത്താണ് പറഞ്ഞിരിക്കുന്നത് കിഫ്ബി വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിൽ നിന്നാണ് അതും അടയ്ക്കേണ്ടി വരുന്നത്, അത് സംസ്ഥാന ബജറ്റിന് പുറത്താണ് എന്നൊക്കെ ഇവർ ഗീർവാണം മുഴക്കാറുണ്ടെങ്കിലും അത് ബജറ്റിനകത്താണ് എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും CAGയും പറയുന്നു. എന്തുകൊണ്ട് പറയുന്നു ബജറ്റിനകത്താണെന്ന്? അതിന് 3 കാരണങ്ങളാണ് ഇവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ആദ്യമേ തന്നെ കിഫ്ബിയെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വായ്പ എടുക്കാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഡോക്ടർ തോമസ് ഐസക് 2016-17 ബജറ്റില് ഒരു സെസ് ഏർപ്പെടുത്തി, ഇന്ധന സെസ്. ആ ഇന്ധന സെസിന്റെ എമൗണ്ട് നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ്. എന്ന് വെച്ചാൽ കിഫ്ബി ബജറ്റിലാണെന്ന് അർത്ഥം. അതായത് കിഫ്ബി ഗവൺമെന്റിന്റെ ബജറ്റിന്റെ ഭാഗമാണെന്ന് അർത്ഥം. പിന്നെ രണ്ടാമത്തെ കാരണം, അതേ ബജറ്റിൽ തന്നെ മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ 50% കിഫ്ബിയിലേക്ക് പോകുമെന്നാണ് തോമസ് ഐസക് പറഞ്ഞിരിക്കുന്നത്. ഉടനെയല്ല, ആദ്യ 2 വർഷങ്ങളില് കുറച്ചേ പോകൂ, പക്ഷെ 3-ാം വർഷം ആകുമ്പോഴത്തേനും 50% പിന്നെ കിഫ്ബിയിലേക്ക് പോകും എന്ന് ആണ് ബജറ്റിൽ പറയുന്നത്. അപ്പൊ 2 സോഴ്സായി. അത് ഗവൺമെന്റിന്റേതാണ്, ബജറ്റിന്റെ ഭാഗമാണ് എന്ന് തെളിയിക്കുന്ന, അതായത് സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ അല്ല, അത് ഗവൺമെന്റിന്റെ തന്നെ ബോറോയിങ് ആണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന 2 കാരണം. മൂന്നാമത്തെ കാരണം, കിഫ്ബിയിൽ എന്തുകൊണ്ടാണ് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ബിക്കോസ് അത് ഗവൺമെന്റിൻ്റെതാണ്, അത് സോവറിൻ ബോണ്ടാണ്, അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ കിഫ്ബി തോറ്റാൽ, കിഫ്ബിയുടെ എമൗണ്ട് കൊടുക്കാൻ തോറ്റാൽ സംസ്ഥാന ഗവൺമെന്റ് ബെയിൽ ഔട്ട് ചെയ്യണം. അത് സംസ്ഥാന ഗവൺമെന്റ് ആ വായ്പ അടച്ചു തീർക്കണം. ഇനി സംസ്ഥാന ഗവൺമെന്റ് കടക്കണിയിലാവുകയോ വായ്പ അടച്ചു തീർക്കാൻ പറ്റാവുകയോ വന്നാല് ഫെഡറൽ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റ് ബെയിൽ ഔട്ട് ചെയ്യണം. ഈ സാധ്യത ഉള്ളതുകൊണ്ട്, ഈ സോവറിൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് കിഫ്ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ കിഫ്ബി ബജറ്റിന്റെ ഭാഗമാണ്, ഗവൺമെന്റിന്റെ ഭാഗമാണ്, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ അല്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ കടമെടുക്കുന്ന ഫണ്ട് അതൊക്കെ വേണ്ട രീതിയിലല്ല വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ആണ് ഇപ്പോൾ നേരത്തെ ഗവൺമെന്റ് പറഞ്ഞു, ഈ പ്ലാൻ ബിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു പക്ഷേ അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും പ്രിൻസിപ്പലും ഒക്കെ തിരിച്ചു കൊടുക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും പദ്ധതികൾ കൊണ്ടുവന്നേക്കാം എന്ന് കഴിഞ്ഞ ബജറ്റിലൊക്കെ ഒരു ചർച്ചയുണ്ടായിരുന്നു. അപ്പൊ എന്തെങ്കിലും അങ്ങനെ കൊണ്ടുവരുമോ പ്ലാൻ ബി ആയിട്ട് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. അസന്നിഗ്ധം, അതായത് അത് അൺസേർട്ടൺ ആയിട്ടിരിക്കുന്നേ ഉള്ളൂ, വ്യക്തതയൊന്നുമില്ല. കമ്പക്കെട്ടിന് തിരികൊളുത്തിയതുപോലെയാണ് ഒന്നിനു പുറകെ ഒന്നായി വരുന്ന വിവാദങ്ങളിൽ നിന്നും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന വിഷയങ്ങളിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുക എന്നൊരു തന്ത്രമാണ് സർക്കാർ ഇതിലൂടെ പയറ്റുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാകുന്നതല്ലേ? അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അല്ല എന്ന് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും. അതായത് നമുക്കറിയാം, പമ്പാ സംഗമം നടത്തി കഴിഞ്ഞിട്ട് അയ്യോ അയ്യപ്പസ്വാമി പ്രസാദിച്ചിരിക്കുന്നു എന്നൊക്കെ ആശ്വസിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ സ്വർണ വിഗ്രഹ പാളി മോഷണം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നങ്ങളായത്. അങ്ങനെ അതിനെ എങ്ങനെ ഒന്ന് സൈഡ് ട്രാക്ക് ചെയ്യാം, അതിനെ ഒന്ന് ജനശ്രദ്ധയിൽ നിന്ന് എങ്ങനെ ഒന്ന് മാറ്റിയെടുക്കാം, വീണ്ടും ജനശ്രദ്ധ ഗവൺമെന്റിലേക്ക് കൊണ്ടുവരാം എന്ന് ആലോചിച്ച് നടന്നാണ് അവസാനം ഈ ക്ഷേമ പ്രഖ്യാപനങ്ങളൊക്കെ നടത്താം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതിദരിദ്രരില്ലാത്ത കേരളത്തെ കണ്ടെത്തുന്നു, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ക്ഷേമ പദ്ധതികൾ കൊണ്ടുവരുന്നു. അങ്ങനെ മുഖം രക്ഷിക്കാം എന്നാണ് ഗവൺമെന്റ് വിചാരിച്ചിരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ ഒരു പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ശബരിമല സ്വർണ്ണ കവർച്ചയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായ ആരോപണവും ഉൾപ്പെടെയുള്ള വിവാദങ്ങളെ ഇത്തരം കൺകെട്ട് പ്രഖ്യാപനങ്ങളിലൂടെ മറികടക്കാനും ജനശ്രദ്ധ തിരിക്കാനുമാകുമോ? മേഡം കണക്ക് കൂട്ടുന്നുണ്ടോ അങ്ങനെ? കുടുംബത്തെ പറ്റിയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ജനം മറന്നുപോകും. പോട്ടെ, എല്ലാ മുഖ്യമന്ത്രിമാരും ഇങ്ങനെയൊക്കെ തന്നെ എന്ന് പറഞ്ഞു. പക്ഷേ ശബരിമലയിലെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ജനഹൃദയങ്ങളിൽ നിന്ന് മറഞ്ഞു പോകില്ല. അങ്ങനെയാണെങ്കിൽ ശബരിമല ശ്രീ അയ്യപ്പസ്വാമി പോലും അത് അങ്ങനെ മറഞ്ഞു പോകാൻ സമ്മതിക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് വളരെ കൃത്യസമയത്ത് തന്നെ സ്വാമി അത് ജനശ്രദ്ധയിലേക്ക്, നിയമപാലകരുടെ ശ്രദ്ധയിലേക്ക് ഒക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കിപ്പോൾ അറിയാം, ഒന്നൊന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതുവരെ കേട്ടതിനേക്കാൾ വലുതാണ് അളയിലുള്ളത് എന്ന് പറയുന്നത് പോലെയാണ്. അതായത് കണ്ടതും കേട്ടതും ഒന്നുമല്ല, ഇനി ഇതിനേക്കാൾ വലുതൊക്കെ വരാനിരിക്കുന്നു. ആ തരത്തിലാണ് ശബരിമല നമുക്ക് മുൻപിൽ എന്താ പറയുക, അവിടുത്തെ മോഷണം അനാവരണം ചെയ്യപ്പെട്ട് അതിൻ്റെ ഭീകരത, ആ ഭീകരത കാണുമ്പോഴാണ് ഒരുപക്ഷെ അയ്യപ്പ സ്വാമിയെ പോലും സ്വർണ്ണ വിഗ്രഹമായതുകൊണ്ട് എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അതായിരുന്നിരിക്കണം, അതിനെ മാറ്റി അവിടെ ഒരു ചെമ്പ് തകിട് സ്വാമിയെ ഉണ്ടാക്കി പ്രതിഷ്ഠിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവണം ഇവര് അവസാന ഘട്ടത്തിൽ. എന്ത് തന്നെയാണെങ്കിലും ഇത് ലക്ഷ്യം നല്ല ലക്ഷ്യമല്ല എന്നുള്ളത് സ്വാമി തന്നെ പുറത്തു കൊണ്ടുവന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇലക്ഷൻ കഴിഞ്ഞാലും നമുക്ക് കാണേണ്ടി വരും. ഈ സംസ്ഥാനങ്ങൾക്കുള്ള ധനവിഹിതം തടഞ്ഞു വെച്ചുകൊണ്ട് കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന ആരോപണങ്ങൾക്കിടെയാണ് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ കണ്ണിൽ പൊടിയിടുന്ന ഒരു മിനി ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് അടുത്ത സർക്കാരിന് എത്രത്തോളം ബാധ്യതയാകും? അതായത് ഇതൊരു മിനി ബജറ്റ് തന്നെയാണ്. വളരെ കൃത്യമാണ് ആ ചോദ്യം. മിനി ബജറ്റ് തന്നെ. അത് കേട്ടോണ്ടിരുന്ന സമയത്ത് ഞാനും പറഞ്ഞു, ഓഹോ, ഇതിപ്പോ ബജറ്റ് തന്നെയാണല്ലോ ഈ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ ഈ മിനി ബജറ്റ് കൊണ്ട് കണ്ണിൽ പൊടിയിടുകയാണ് ചെയ്യുന്നത്. ഈ മിനി ബജറ്റിൽ പറയുന്ന ഒന്നും തന്നെ ഈ ഗവൺമെന്റ് നടപ്പാക്കാൻ പോകുന്നില്ല. അതായത് ഇപ്പൊ ഇലക്ഷന് മുമ്പ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് DA കൊടുക്കുമെന്ന് പറഞ്ഞു. അത് ഒരുപക്ഷെ കൊടുത്തേക്കും. കാരണം ആ DA കിട്ടിക്കഴിയുമ്പോഴത്തേന് ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞ് ബഹളം കൂട്ടിക്കൊണ്ടിരിക്കുന്നവര് പതുക്കെ ഒന്ന് അടങ്ങും. അത് കാരണം കൊണ്ട് അതുപോലെ തന്നെ അങ്ങനെ ചെറുതായിട്ട് ചെയ്യാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഇപ്പോൾ ചെയ്തെന്നിരിക്കും ആ ബജറ്റിൽ പറഞ്ഞിരുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ കിടക്കും. അതൊന്നും ഒരിക്കലും ചെയ്യുകയില്ല. അടുത്ത ഇലക്ഷൻ ഇനി ഇതുപോലെ വരുമ്പോൾ, അതായത് ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത അസംബ്ലി ഇലക്ഷൻ വരുമ്പോഴായിരിക്കും വീണ്ടും ഇത്തരം പ്രഖ്യാപനങ്ങൾ ഇതിനേക്കാൾ മൂർച്ച കൂട്ടി പൊക്കിക്കൊണ്ടുവരുന്നത്.
മാഡം, മറ്റൊരു കാര്യമുള്ളത്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത ക്ഷേമ പെൻഷൻ 2500 എന്ന പ്രഖ്യാപനത്തിലേക്ക് ഇനിയും 500 രൂപയുടെ കൂടി അകലമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരാനുണ്ട്. നിയമസഭ ലക്ഷ്യമിട്ട് വലിയ പ്രഖ്യാപനമുണ്ടാകുമോ? ഇതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ അത് 2500 പ്രഖ്യാപിക്കപ്പെടുന്നത് അപ്പോഴായിരിക്കാം. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷന്റെ റിസൾട്ടും കൂടി നോക്കിയിട്ടായിരിക്കും. ഇവർ പ്രതീക്ഷിക്കുന്ന ഇലക്ഷൻ റിസൾട്ട് വരുന്നുവെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ഡിക്ലെയർ ചെയ്തില്ലെന്നിരിക്കും. പക്ഷെ റിസൾട്ട് മോശമായി പോയാൽ, LDFന് എതിരായി പോയാൽ 2500 ആക്കി മാറ്റുന്നത് 2000-നെ 2500 ആക്കി മാറ്റാൻ അവർ തത്രപ്പെടും. കാരണം അങ്ങനെയെങ്കിലും അസംബ്ലി ഇലക്ഷനിൽ കയറി വരാൻ വേണ്ടി. മാഡം, ഈ കോവിഡ് കാലത്ത് തൊഴിലില്ലാതെയും വരുമാനമില്ലാതെയും നട്ടം തിരിഞ്ഞ ജനങ്ങൾക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റുകൾ പ്രഖ്യാപിച്ചും അവ വിതരണം ചെയ്തും ജനങ്ങൾക്ക് നൽകിയ കരുതലാണ് 2021 തുടർഭരണത്തിലേക്ക് പിണറായി വിജയനെ നയിച്ച പ്രധാന ഘടകം. മുഴുവൻ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ ഒരു ആനുകൂല്യം ലഭിച്ചിരുന്നു. പ്രളയഘട്ടത്തിലും സമാനമായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ ജനക്ഷേമമെന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളുടെ മിനി ബജറ്റ് എത്രത്തോളം നിർണായകമാകും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ? തീർച്ചയായിട്ടും അത് പാടില്ല. ഈ കാര്യം അറിഞ്ഞ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് മീഡിയകളാണ്. അതാണല്ലോ ഞാൻ ജസ്റ്റിസ് ഗവായിയുടെ പ്രസ്താവനയായിട്ട് ഇവിടെ വായിച്ചത്. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനെ ഫ്രീ ബീസ് കൊടുക്കുന്നത് തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് ജനങ്ങളെ നിരുത്സാഹപ്പെടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചതിൽ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 1000 രൂപ പ്രതിമാസം പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് കൊടുക്കുമെന്നാണ്. എന്ത് കാര്യത്തിന് വേണ്ടിയാണ് സ്ത്രീകൾക്ക് 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് 18 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റും, പോട്ടെ 10 മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റും, അതും പോട്ടെ 8 മണിക്കൂർ പുറത്തിറങ്ങി ജോലി ചെയ്താൽ അവർക്ക് 1200 രൂപ 1000 രൂപ വരെ കൂലി കിട്ടുന്ന ഈ സാഹചര്യത്തില് എന്തിനാണ് അവർക്ക് ഒരു മാസം 1000 രൂപ കൊടുക്കാമെന്ന് പറയുന്നത്? അത് എല്ലാവരും കൊടുക്കുന്ന നികുതി പണം എടുത്താണ് എന്നുകൂടി ഗവൺമെന്റ് ഓർക്കണം. അതുപോലെ തന്നെ കുടുംബശ്രീ കേരളത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കുടുംബശ്രീ ADSന് 1000 രൂപ വീതം ഒരു മാസം കൊടുക്കാമെന്ന് പറഞ്ഞു. അതെന്തിനാണ്? അത് അവരുടെ കണ്ണിൽ പൊടിയിടാൻ. അതായത് 45 ലക്ഷത്തോളം കുടുംബശ്രീകളുണ്ട് കേരളത്തില്, കുടുംബശ്രീ വനിതകള്. ഈ കുടുംബശ്രീ വനിതകളെയൊക്കെ സോപ്പിട്ട് കൂടെ നിർത്തിയാല് ആ 45 ലക്ഷം വോട്ട് ഉറപ്പാണ് എന്ന് പിണറായി വിജയൻ അറിയാം. അതുപോലെ തന്നെയാണ് ഈ 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് 1000 രൂപ കൊടുക്കുന്നതും അവരുടെയും വോട്ട് പോക്കറ്റിലാക്കാനാണ്. അതിനെതിരെയാണ്, അതായത് ജോലി ചെയ്യുന്നതിൽ നിന്ന് മനുഷ്യരെ നിരുത്സാഹപ്പെടുത്തുന്ന ഫ്രീ ബീസ് നിർത്തലാക്കൂ എന്നാണ് ജസ്റ്റിസ് ഗവായി നമ്മളോട് ഉദ്ബോധിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളെപ്പോലുള്ള മീഡിയയാണ് വെളിച്ചത്ത് കൊണ്ടുവന്ന് ജനങ്ങളുടെ കണ്ണ് തുറപ്പിക്കേണ്ടത്.